കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. നന്ദി മേൽപ്പാലത്തിന് സമീപത്തുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, മഴയുണ്ടായിരുന്നു. മഴയത്ത് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും മറ്റൊരു സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അമിത വേഗതയാണോ? കാരണം ഈ ദൃശ്യങ്ങൾ, ക്യാമറ ദൃശ്യങ്ങൾ കാണുന്നത് ഈ അമിത വേഗതയിലെത്തി തെന്നി മാറുന്നതാണ്, ആണോ? അതെ, അമിത വേഗതയിലെത്തിയ കണ്ണൂർ കോഴിക്കോട് സ്വകാര്യ ബസ് തെന്നി മാറുകയാണ്. ബ്രേക്ക് ഇട്ട സമയത്ത് പുറകുവശം തെന്നി എതിർഭാഗത്തേക്ക്, അതായത് റോഡിന്റെ ദിശയിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ബസിന്റെ പിറകിലായി മറ്റൊരു ബസ് ഇവിടെ നിന്നും തിരിച്ചങ്ങോട്ട് പോവുകയായിരുന്ന, കോഴിക്കോട് നിന്നും വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ചെന്നിടിച്ചത്. ബസ്സിലുള്ള ഇരു ബസ്സുകളിലെയും യാത്രക്കാരായ ആളുകൾക്കാണ് പരിക്കേറ്റത്. 10 പേർക്കാണ് പരിക്കുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വൈകിട്ടോടുകൂടി തന്നെ വിട്ടയക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമിത വേഗതയും അതേപോലെ തന്നെ റോഡിൽ വെള്ളവും ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി മേൽപ്പാലത്തിന് മുകളിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള അപകടം ഇരു ബസ്സുകളും തമ്മിൽ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അജിംഷാദ്. ശരി ലതീഷ്.